ഹലോ, ഗുഡ് ഈവനിങ്. നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത് രണ്ട് സ്പെഷ്യൽ ഗസ്റ്റുകളെയാണ്. എന്നാൽ നമുക്കവരെ പരിചയപ്പെട്ടാലോ? ഓഫ് കോഴ്സ്. സോ ഇതാണ് നമ്മളിന്ന് പറഞ്ഞ സ്പെഷ്യൽ ഗസ്റ്റ്. അതെ, നമുക്ക് അപ്പൊ കൂടുതൽ വിശേഷങ്ങൾ അവരോട് തന്നെ ചോദിച്ചറിയാം. സോ ഞങ്ങൾ കേട്ടു ചാരിറ്റിയുടെ ബേസിസിൽ നിങ്ങൾ ഒരു സ്പെഷ്യൽ ഫണ്ട് റൈസിങ് പരിപാടി നടത്തുവാണെന്ന്. സോ അതിനെക്കുറിച്ച് കൂടുതൽ ചോദിച്ചറിയാനാണ്. എന്തായിരുന്നു നിങ്ങൾക്കുള്ള ഉണ്ടായൊരു ഇൻസ്പിറേഷൻ? കാരണം ഇവിടെ UK നിന്ന് കേരളത്തിലേക്ക് പോവുക എന്ന് പറയുന്നത് ചെറിയൊരു കാര്യമല്ല, ഒട്ടും തന്നെ ചെറിയ കാര്യമല്ല. അപ്പോ ഇതിന് കിട്ടിയ ഒരു ഇൻസ്പിറേഷൻ എന്തായിരുന്നു? അതായത് ഞങ്ങൾ യൂറോപ്പിലൊക്കെ ഒരുപാട് നമുക്ക് ഈസി ആയിട്ട് പോകാമല്ലോ. ഇപ്പോൾ യൂറോപ്യൻ കൺട്രീസിലേക്ക് നമുക്ക് ഈസി ആയിട്ട് ബോർഡറൊക്കെ ക്രോസ് ചെയ്യാനായിട്ട് എളുപ്പം. അപ്പോൾ എന്തുകൊണ്ട് നമുക്ക് ഏഷ്യയിലേക്ക് പോയി കൂടാ, പലരും പോയിട്ടുണ്ട്. അപ്പം ഞങ്ങൾക്കൊന്ന് ട്രൈ ചെയ്യണമെന്ന് തോന്നി. അപ്പോൾ ഒന്ന് ഞങ്ങൾ ആ രീതിയിൽ ഒന്ന് ചിന്തിച്ച് നോക്കിയപ്പോൾ കാര്യങ്ങളൊക്കെ സ്മൂത്തായിട്ട് നടന്നു, പേപ്പർ വർക്കുകളെല്ലാം നടന്നു. അങ്ങനെ പോകാമെന്ന് വിചാരിച്ചു. അപ്പൊ ആരായിരുന്നു ഇതിന്റെ പിന്നിലുണ്ടായ ഒരു ഇൻസ്പിറേഷൻ? ഇൻസ്പിറേഷൻ ജോബി എന്നോട് പറഞ്ഞു നമുക്ക് പോവാം. അത് ഞാൻ എന്നോട് പറഞ്ഞു നമുക്ക് പോവാം. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും അങ്ങോട്ട്. നമ്മളിത് കുറെ നാളായിട്ട് ഇതിങ്ങനെ മനസ്സിലുണ്ട്. പിന്നെ ഇതിന്റെ ഒരു പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇതിങ്ങനെ നീണ്ടു പോയി. പിന്നെ ഓക്കെ ഇപ്പൊ ചെയ്യാം എന്ന് കരുതി അങ്ങനെ തുടങ്ങിയെന്നുള്ളൂ. എല്ലാവരുടെ മനസ്സിലും ഉണ്ടായിരിക്കും ഒരു, പക്ഷെ എത്ര കൺട്രീസ് ആണ് നിങ്ങൾ കവർ ചെയ്യാൻ പോകുന്നത്? ഞങ്ങൾ അപ്രോക്സിമേറ്റ് 20 കൺട്രീസ് ആണ് പ്ലാൻ ചെയ്തേക്കുന്നത് ക്രോസ് ചെയ്യാനായിട്ട്. അതായത് യൂറോപ്പിൽ നമ്മൾ അധികം സമയം സ്പെൻഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. കാരണം യൂറോപ്പിലേക്ക് നമുക്ക് എപ്പോൾ വേണമെങ്കിലും ക്രോസ് ചെയ്യാം. ആകെ റഷ്യ, ചൈന, കസാക്കിസ്ഥാൻ, കിർഗിസ്ഥാൻ, ടിബറ്റ്, ഈ കൺട്രീസാണ് നമ്മൾ മെയിനായിട്ട് കൂടുതലും. ഒരു 15 ഡേയ്സ് ചൈനയിലുണ്ട്. പിന്നെ റഷ്യയിൽ കുറച്ച് സമയമേ ഉണ്ടാവുള്ളൂ. കാരണം കാറിൻ്റെ രജിസ്ട്രേഷൻ ബ്രിട്ടീഷ് രജിസ്ട്രേഷൻ ആയതുകൊണ്ട് ഇപ്പോഴത്തെ ഒരു പൊളിറ്റിക്കൽ സിറ്റുവേഷൻ കൊണ്ട് കുറച്ച് ദിവസം സ്പെൻഡ് ചെയ്യണമായിരിക്കും നല്ലത് എന്ന് തോന്നുന്നു. അതുകൊണ്ട് ഞങ്ങളൊരു 4 ദിവസമൊക്കെ റഷ്യയിൽ ഉണ്ടാവുള്ളൂ. പിന്നെ കസാക്കിസ്ഥാനിൽ കുറച്ച് കൂടുതൽ ദിവസം ഉണ്ടാവും. പിന്നെ കിർഗിസ്ഥാൻ, കാരണം അതൊന്നും എപ്പോഴും നമുക്ക് പോകാൻ പറ്റുന്ന കൺട്രീസ് അല്ല. അതുകൊണ്ട് അവിടെ കൂടുതൽ ദിവസം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നു. സോ നിങ്ങൾ ഈ ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്തപ്പോൾ നിങ്ങൾ നേരിട്ട ഏറ്റവും വലിയൊരു പ്രതിസന്ധി ഏതായിരുന്നു? അതൊരു സ്റ്റാർട്ടിങ് കിട്ടാനായിരുന്നു. നമ്മൾ ഇതിനു മുമ്പ് ചെയ്തിട്ടില്ല. അപ്പൊ ഒന്ന് തുടങ്ങി കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോ പിന്നെ കാര്യങ്ങളൊക്കെ മനസ്സിലായി. പിന്നെ നമ്മൾ ഇതിന് അറിയാവുന്ന ആൾക്കാരോടൊക്കെ ചോദിച്ചും റെഫറൻസും റിസർച്ചും ഒക്കെ ചെയ്ത് കാര്യങ്ങളെല്ലാം സ്മൂത്തായി. ഇപ്പൊ എനിക്ക് തോന്നുന്നു വലിയ പ്ലാനിങ് ഒന്നും വേണ്ട. അങ്ങനെ ഒരു 2 മാസം സമയം ഉണ്ടായാൽ മതി. അവിടെ വരെ ഓടി എത്തണമെങ്കിൽ 2 മാസം വേണം മിക്കാറ്. അതായത് നമുക്കൊരു 300 മൈലിൽ കൂടുതൽ ഓടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു സുഖം ഉണ്ടാവില്ല, ആകെ ടയർഡായി. അപ്പോൾ ഒരു 2 മാസത്തെ സമയം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ 1 മാസം പ്ലാൻ ചെയ്യാൻ സമയം ഉണ്ടായാൽ മതി. ഇപ്പൊ റഷ്യൻ വിസ കിട്ടാൻ 2 ദിവസം കൊണ്ട് കിട്ടും. ചൈനീസ് വിസയും 2 ദിവസം കൊണ്ട് കിട്ടും. 150 പൗണ്ട് ചെയ്തേ ഉള്ളൂ. ഇനി ഏറ്റവും ക്യൂരിയസ് ആയിട്ടുള്ള കാര്യം ചോദിക്കാനുള്ളത് എന്തായിരുന്നു, ഇതിന്റെ എക്സ്പെൻസ് എത്രയായി നിങ്ങൾക്ക് രണ്ടുപേർക്കും മൊത്തത്തിൽ പോയി വരാനുള്ള എക്സ്പെൻസ് എത്രയായി? ഏകദേശം ഒരു 25,000 വരും എക്സ്പെൻസ് മാത്രം. പൗണ്ട് 25,000, അതായത് ഒരു 25 ലക്ഷം രൂപ വരും. കാരണം എന്താണെന്ന് പറഞ്ഞാൽ വണ്ടിയുടെ ഫ്യൂല് അത് തന്നെ വരും ഒരു 4,000 പൗണ്ട്സ്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പതുക്കെ പോണത്. പിന്നെ വണ്ടി തിരിച്ച് ഷിപ്പ് ചെയ്യണം. തിരിച്ച് ഞങ്ങൾ ഡ്രൈവ് ചെയ്യല്ല. കാരണം ഇത്ര 60 ദിവസം അങ്ങോട്ടും 60 ദിവസം ഇങ്ങോട്ടും ഡ്രൈവ് ചെയ്യാന്ന് പറഞ്ഞാൽ അത് പ്രാക്ടിക്കൽ ആയിട്ടുള്ള കാര്യം. ഷിപ്പ് ചെയ്യണം. അപ്പോൾ ഷിപ്പിംഗ് ചാർജ് ഇപ്പോൾ കോസ്റ്റ് ഒക്കെ ഭയങ്കര ഹൈ. ഒരു കണ്ടെയ്നറിൽ ഇട്ടിട്ട് വരണം അതിൻ്റെ കോസ്റ്റ്. പിന്നെ വണ്ടിയുടെ ഇതിൻ്റെ ഇൻഷുറൻസ്, ഞങ്ങളുടെ അക്കോമഡേഷൻ, ഫുഡ്, പിന്നെ ചൈനയിലെ ടൂറിസ്റ്റ് ഗൈഡിനോ കൊടുക്കുന്ന സാലറി എല്ലാം നമ്മുടെ സാലറി, അവരുടെ ഫുഡ്, അക്കോമഡേഷൻ, അത് തന്നെ നല്ലൊരു എക്സ്പെൻസ്. ഇപ്പൊ ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ള സ്ഥലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചൈനയാണ്. അപ്പൊ ഈ 25,000 പൗണ്ട് എന്ന് പറയുമ്പോൾ അതിൽ തന്നെ ഈ ആ എമൗണ്ടിൽ നിന്നാണ് നമ്മൾ ഈ ചാരിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്? അല്ലെങ്കിൽ എല്ലാവർക്കും ഒരു പക്ഷെ അവരുടെ മനസ്സിൽ ഉണ്ടായിരിക്കുന്ന ഒരു ചിന്തയായിരിക്കാം, നിങ്ങൾ പ്ലാൻ ട്രിപ്പ് ചെയ്യുന്നത് നിങ്ങൾക്ക് അർമാദിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ട്രിപ്പാണോ, അത് ഇത് എങ്ങനെ നമ്മൾ ചാരിറ്റിയിൽ യൂട്ടിലൈസ് ചെയ്യുന്നു എന്നുള്ളതിനെ കുറിച്ച് എന്താണ് പറയുന്നത്? എല്ലാ എക്സ്പെൻസും ഞങ്ങൾ റേസ് ചെയ്യുന്ന ഫണ്ട് ഈ ചാരിറ്റിക്ക് പോകുന്നു, ഈ ഹോസ്പിറ്റൽ ചാരിറ്റിക്ക് പോകുന്നു. ആരൊക്കെ ഡൊണേറ്റ് ചെയ്യുന്നു ഞങ്ങൾക്ക് ആ പൈസ കാണാനേ പറ്റില്ല. ആ ചാരിറ്റിയുടെ അക്കൗണ്ട് വേറെയാണ്. അതായത് ഞങ്ങൾക്ക് യാതൊരു ബന്ധമില്ല ചാരിറ്റിയുടെ മണിയായിട്ട്. ചാരിറ്റിയിൽ ആരും 1 പൗണ്ട് ഇട്ടാലും ആ 1 പൗണ്ടും അങ്ങോട്ട് തന്നെ പോകും.
ഞങ്ങളുടെ എക്സ്പെൻസ് എല്ലാം ഞങ്ങൾ മീറ്റ് ചെയ്യുന്നു. ഞങ്ങള് അതിൽ നിന്ന് ഒരു പൈസയും ഞങ്ങൾക്കില്ല. ചേട്ടന്മാർ എങ്ങനെയാണ് ഈ ഫാമിലി ഫ്രണ്ട്സ് ഇവരായിട്ടൊക്കെ എങ്ങനെയാ ഒരു കണക്ഷൻ അല്ലെങ്കിൽ ആ ഒരു കമ്മ്യൂണിക്കേഷൻ മെയിൻറ്റെയിൻ ചെയ്യാൻ പോകുന്നത്? അതായത് നമുക്ക് സോഷ്യൽ മീഡിയ ഉണ്ടല്ലോ, പിന്നെ വാട്സാപ്പ്, അങ്ങനെ നമുക്ക് കോളൊക്കെ വിളിക്കാം. ഓരോ കൺട്രീസിലും സിം കാർഡ് വേറെ വേറെ എടുക്കേണ്ടി വരും. പിന്നെ ഹോട്ടലിലാണ് വൈഫൈ ഉണ്ടാവും. ചൈനയിലാണ് വാട്സാപ്പ് വർക്ക് ചെയ്യാത്തത്. അവിടെ വിചാറ്റ് അങ്ങനത്തെ പരിപാടികളൊക്കെയാണ്. അപ്പോൾ അവിടുത്തെ പേയ്മെന്റ്സും വ്യത്യാസമാണ്. നമ്മുടെ വിസ കാർഡ് മാസ്റ്റർ കാർഡൊന്നല്ല, അവർ ഉപയോഗിക്കുന്നത് യൂണിയൻ കാർഡോ അങ്ങനെ എന്തൊക്കെയാണ്, അലി പേ അങ്ങനെയൊക്കെയാണ്. ഇനി 2 വർഷം ഇതിനു വേണ്ടി പ്ലാൻ ചെയ്യാൻ എടുത്തു. അപ്പൊ ഞങ്ങൾക്കൊക്കെ ആണെങ്കിൽ ഒരു ഷോർട്ടസ്റ്റ് പ്ലാനിങ് ടൈം എത്രയായിരിക്കും? നമുക്ക് പ്ലാൻ ചെയ്യാൻ 1 മാസം കൊണ്ട് പോവാം. നമുക്ക് ഒരു വിസയൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് ഫാസ്റ്റ് ആയിട്ട് കിട്ടാവുന്ന രീതിയിൽ കുറച്ച് എക്സ്ട്രാ പൈസ പേ ചെയ്ത് കഴിഞ്ഞാൽ ഒരു പെട്ടെന്ന് വിസകളൊക്കെ ചെയ്ത് 10-30 പൗണ്ട് എക്സ്ട്രാ കൊടുത്തു കഴിഞ്ഞാൽ അത് ഫാസ്റ്റ് ട്രാക്കിൽ അത് ഫോർവേഡ് ചെയ്യാം. നമുക്ക് വിസയൊക്കെ പിറ്റേ ദിവസം ചൈനയുടെ വിസ കിട്ടാനൊന്നും ഒരു അവര് 2 വർഷത്തെ വിസ അടിച്ചു തന്നേക്കുന്നു. അപ്പോൾ ചേട്ടന് ഇതേപോലെ ഒരു റോഡ് ട്രിപ്പ് ഒക്കെ പോകുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും സേഫ്റ്റി മെഷേഴ്സ് എടുക്കുന്നുണ്ടോ? എന്തെങ്കിലും ഹെൽത്ത് ഇൻഷുറൻസ് അല്ലെങ്കിൽ അങ്ങനത്തെ ലൈഫ് ഇൻഷുറൻസ്? നമുക്ക് ട്രാവൽ ഇൻഷുറൻസ് മസ്റ്റ് ആണ്. നമ്മുടെ സേഫ്റ്റി, നമ്മുടെ ഫാമിലി, അപ്പൊ ട്രാവൽ ഇൻഷുറൻസ് എടുക്കണം. പിന്നെ കാറിന്റെ ഇൻഷുറൻസ്, ചില കൺട്രീസിന് അവരുടെ ഇൻഷുറൻസ്, കാർ ഇൻഷുറൻസ്. കസാക്കിസ്ഥാനിലൊക്കെ തേർഡ് പാർട്ടി ഇൻഷുറൻസ് അവരുടെ മിനിമം എടുത്തിരിക്കും. ഓക്കെ, അപ്പൊ ചേട്ടന്മാർക്ക് നമ്മുടെ ഈ ഒരു ന്യൂ ജനറേഷൻ അല്ലെങ്കിൽ ഈ ഒരു യുവതലമുറയ്ക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു അഡ്വൈസ്, അതും ഈ റോഡ് ട്രിപ്പ് സേഫ് ആയിട്ടുള്ളൊരു റോഡ് ട്രിപ്പ് ഒക്കെ പ്ലാൻ ചെയ്യുന്നവർക്ക് കൊടുക്കാനുള്ള അഡ്വൈസ് എന്തായിരിക്കും? നമ്മൾ പ്രോപ്പറായിട്ട് പ്ലാൻ ചെയ്ത് സേഫ് ആയിട്ട് പോവുക. സ്പീഡിംഗ് ഒന്നും ഇല്ലാണ്ട് ഓരോ കൺട്രിയിലും റൂൾസ് റെഗുലേഷൻസ്, അവരുടെ നിയമങ്ങൾ, അവരുടെ ആചാരങ്ങൾ ഒക്കെ മനസ്സിലാക്കി യാത്ര ചെയ്യണമെങ്കിൽ എനിക്ക് തോന്നുന്നു സേഫ് ആയിരിക്കും എന്നാണ് തോന്നുന്നത്. ഞാൻ പോയിട്ടില്ല, പോകാൻ പോണേ ഉള്ളൂ. അപ്പൊ എല്ലാം കണ്ട് മനസ്സിലാക്കാം. പിന്നെ ഞങ്ങൾ പോകുമ്പോൾ ഓരോ കൺട്രിയിലും ഓരോ ക്ലൈമറ്റാണ്. അതേപോലെ തന്നെ നമ്മൾ സൗത്ത് ഇന്ത്യയിൽ നിന്ന് നോർത്ത് ഇന്ത്യയിലേക്ക് യാത്ര ചെയ്യുമ്പോൾ തന്നെ ആൾക്കാരുടെ ഫേസ് മാറി മാറി വരുന്നില്ലേ എന്ന് പറഞ്ഞ മാതിരി ആ ഫേസൊക്കെ നമുക്ക് മാറി വരണത് കാണാം. ഇപ്പൊ മംഗോളിയൻ ബോർഡറിൽ കൂടെയൊക്കെ യാത്ര ചെയ്യുമ്പോൾ അവിടുത്തെ ആൾക്കാരെ എങ്ങനെ ഇരിക്കുന്നു, അവരുടെ ആ ഭക്ഷണ രീതി എന്താന്ന് മനസ്സിലാക്കാം. അതെ, അപ്പൊ എല്ലാരും വളരെ എക്സൈറ്റഡ് ആണ് ഈ ഒരു ജേർണി. അത് സ്റ്റാർട്ടിങ് മുതൽ എൻഡിങ് വരെ എങ്ങനെ ആയിരിക്കും എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് തന്നെ ഞങ്ങളുടെ യാത്ര എങ്ങനെയുണ്ട് ഫോട്ടോസ് എല്ലാം ഫേസ്ബുക്കിൽ ഉണ്ടാവും. ഒരു സേഫ് ജേർണി ഞങ്ങൾ വിഷ് ചെയ്യുന്നു. അതെ, ഞങ്ങളും എല്ലാവരും ഞങ്ങളുടെ പ്രാർത്ഥനകളും ആശംസകളും എല്ലാം അറിയിച്ചു കൊള്ളുന്നു. ഇതൊരു വമ്പൻ സക്സസ് ആയി മാറട്ടെ, ബാക്കിയുള്ളവർക്ക് വലിയ പ്രചോദനവുമായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു. വേണ്ടിയിട്ട് ഞങ്ങളുടെ ഹോസ്പിറ്റൽ, ഞങ്ങളുടെ ചാരിറ്റിയിലേക്ക് എല്ലാവരും ഡൊണേറ്റ് ചെയ്യുക. അപ്പൊ താങ്ക് യു സോ മച്ച് ചേട്ടാ. താങ്ക് യു. Thank you.